ഹലോ ഗായ്സ്, അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. സത്യം പറഞ്ഞ ഈ ക്യാമറ തുറന്നു വെച്ച് സംസാരിക്കും വരുന്നില്ല. ആർട്ടിഫിഷ്യലായി ക്യാമറ വരുമ്പോഴത്തേക്കും ടെൻഷനും പ്രഷറൊക്കെ ആവുന്നു. ഞങ്ങളിന്ന് കുറേ നാളിന് ശേഷം സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു വീഡിയോ ചെയ്യാൻ വെച്ചു. കഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഞങ്ങളുടെ ചാനൽ പൂട്ടിപ്പോയോ എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി 108 സബ്സ്ക്രൈബേഴ്സ് നല്ല ഇതുള്ളവരാണ്. ബിക്കോസ് ഞങ്ങളോട് എപ്പോഴും ചോദിക്കാറുണ്ട് എൻ്റെ വീഡിയോ. അപ്പം നമ്മളെവിടെ ഞങ്ങൾ വാക്സിൻ കഴിഞ്ഞ് കുറച്ചുകൂടി ഉള്ളോട്ട് വേണ്ടി ഒരു കാർഡുണ്ട്, അവിടെയാണ് ഞങ്ങൾ മാത്രമുള്ള ഇവിടെ ഇന്ത്യക്കാർ കേസ്. അതുകൊണ്ട് ഞങ്ങളെ നോക്കുന്നുണ്ട്. ഞങ്ങളൊരു വീഡിയോയ്ക്ക് വേണ്ടി എന്തോ ഒരു കഷ്ടപ്പെടുക ചെയ്യുന്നതല്ല. ഞങ്ങൾ പീക്കോക്ക് ഐലൻഡിലേക്ക് പോവാണ്. പോയിട്ടുള്ള വിശേഷമാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയം ഞങ്ങൾ ചെറി പിക്കിങ്ങിന് പോയി ചെമ്മിരിക്കുന്ന സമയം ഇതും അറിയത്തില്ല. ടിക്കറ്റൊക്കെ തന്ന് കാണിച്ചു തരും. ലക്ഷറി തോണി വരുന്നത്. ഈ തോണി കയറി ഇനി അപ്പുറത്തോണം. അവിടെ നിന്ന് ഇനി 1.5 കിലോമീറ്റർ നടക്കണം. ഈ വയസ്സായ 2 മക്കൾ വരും. നാട്ടില് വണ്ടിയൊക്കെ ഇല്ല. നമ്മുടെ നാട്ടിലെ പാലമായത് ഓട്ടോമാറ്റിക്കലി തുറക്കുന്നൊന്നുമില്ല നമുക്ക്. നമുക്കിനി അങ്ങോട്ടാണ് ഗൈസ് പോവാനുള്ളത്. എന്തിൻ്റെ കൈ അതോ അങ്ങോട്ട് വെയിലില്ലാത്തൊരു പ്രശ്നമില്ല. ചിലപ്പോൾ നാളെ എങ്കിലും തേരടിച്ച് വേറെ ആൾക്കാർ. ഞങ്ങളങ്ങനെ ഫെറി കയറി. ഫെറി എടുക്കണം. ഫെറി അവിടെ നിന്ന് എടുത്ത് തന്നെ 1/2 മണിക്കൂർ എടുക്കും. ഇനി ഇവിടെ നിന്ന് എത്ര മണിക്കൂർ എടുക്കും എന്ന് അറിഞ്ഞോളൂ. പിന്നെ അവിടെ 1.5 കിലോമീറ്റർ നടക്കണം. അതാണ് അതിൻ്റെ ഒരു പറ. ഇതുപോലത്തെ സ്ഥലങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഞങ്ങൾക്കെല്ലാം പോവുക, നിങ്ങൾക്ക് പോവുകയെന്ന് പറഞ്ഞൂടാ. ഇങ്ങനെ ഒരു കാട്ടിനകത്തോട്ടാ പോകണ്ടേ. ഇതിൻ്റെ എൻട്രൻസ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് പീകോക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ പീകോക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൾക്കാർ കാണുമ്പോൾ പേടിയൊന്നും ഇല്ലാതെ അങ്ങനെ വളർന്നിട്ടുള്ള പീകോക്സാണ്. നമ്മൾ അടുത്തോട്ട് പോകുമ്പോൾ അവർ പറഞ്ഞു പോവുക ഒന്നുമില്ല. അങ്ങനെ ബിറ്റ് കിട്ടിയാലേ ഈ ബിറ്റ് ഇടും കേട്ടോ. വീട്ടുകാരുടെ ഡൗട്ട് പറഞ്ഞിട്ട് ഇപ്പം നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇനി കാണിക്കാൻ പോകുന്ന മയിലിനെയാണ്. ഇതുവരെ ഞങ്ങൾ ആ എൻട്രൻസ് വഴി കണ്ടുപിടിച്ചിട്ടില്ല. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാൻ വയ്യ. ഞങ്ങൾ ഇങ്ങോട്ട് പോകും, കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് പോകും. ഞങ്ങൾ ആദ്യം ഒരു സെറ്റിലൂടെ അങ്ങോട്ട് പോയപ്പോൾ അവർ ബാത്റൂമിൽ കയറി. പിന്നെ ചമ്മി തിരിച്ചു വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ കുറേ പേര് ഇന്ന് ഫോട്ടോ എടുത്തു. പക്ഷേ മാപ്പിൽ ഞങ്ങൾ നോക്കിയപ്പം വീണ്ടും ഞങ്ങൾ ആ ബാത്റൂമിൻ്റെ സൈഡ് വന്നില്ലേ, അവിടെ നിന്ന് അങ്ങോട്ട് പോകാനാണ് കാണിക്കുന്നത്. ഞങ്ങൾ പീക്കോക്കിനെ കണ്ടാൽ നിങ്ങളും കണ്ടിരിക്കും. നിങ്ങൾ കാണും, പ്രാർത്ഥിക്കല്ലേ. നിങ്ങൾ കാണും. 1 മണിക്കൂർ നിങ്ങൾ പറ്റി കഷ്ടപ്പെട്ട പോലെ ഇത് കഷ്ടപ്പെട്ടിട്ട് ഇതിൽ ഞങ്ങൾ വീഡിയോ ഇടും. ഗൈസ്, ഫൈനലി ഞങ്ങൾ മയിലിനെ കണ്ട്. ഐലൻഡിലെത്തിയൊന്നുമില്ല, പക്ഷെ മയിലിനെ കണ്ട്. ചമ്മയിട്ടില്ല. ഹായ്, കൊള്ളാം. നിങ്ങൾ കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ പറ്റിയ പാടത്തിന് അവിടെ മയിലുണ്ട്. അയ്യോ, അങ്ങോട്ട് എങ്ങനെ പോന്നേ? പുല്ല്. നീ അപ്പുറത്തോടെ വന്നു. നല്ല രസമുണ്ട് ഈ സ്ഥലം. അധികം ചൂടും ഇല്ല, എന്നാൽ തണുപ്പുമില്ല, പക്ഷെ നല്ല വെയിലുണ്ട്. ആൻറ്റി ചെയ്തേന്നാ എനിക്ക് തോന്നുന്നു. ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാണ്. ആൻറ്റി എല്ലായിടവും നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. ആൻറ്റി മയിലിനെ കണ്ടോന്നുണ്ടോ? ഈ വഴി ഇങ്ങനെ പോകുമ്പോഴാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ആ വഴി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. ഇതാ നമ്മുടെ നാട്ടിൽ ഇതൊന്നും വെക്കാൻ പറ്റാത്ത. കണ്ട ഗൈസ്, ഇത് കണ്ട ഗൈസ്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ നാട്ടിലൊരു പച്ചക്കറി നിൽപ്പുണ്ട്. നിങ്ങൾക്ക് കാണാവോ? ഞാൻ കണ്ട്. ഞങ്ങൾ നേരത്തെ അവിടെ നിന്നപ്പോൾ ഇവിടെ ആയിരുന്നു മയിൽ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ദോ അവിടെ ആ മയിൽ. ഇതെന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. എനിക്കെന്തെങ്കിലും പറയാനുണ്ടോ? വ്ളോഗറായിരിക്കും മയിലിനെ
ക്ലോസപ്പ് വ്യൂ കിട്ടി. നിങ്ങൾക്ക് വൈഡായിട്ടൊന്ന് കണ്ട കൂടെ മയിൽ നടക്കുന്ന കണ്ടോ? ഇതാ ഞങ്ങൾ പറഞ്ഞു നടക്കുമായിരിക്കും. ഞങ്ങൾ നടക്കുന്നുണ്ട് കുറെ. നല്ല കാറ്റും. ഫൈനലി ഗായ്സ് ഞങ്ങളൊരു വെള്ള മയിലിൻ്റെ അടുത്ത് എത്തി. ഞങ്ങളുടെ വിധി അനുസരിച്ച് ഞങ്ങളെ കാണുമ്പോൾ മയിൽ ഓടുമെന്നാ തോന്നുന്നത്. നമുക്ക് അടുത്ത് പോയി നോക്കാം. നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് കാണാം ഞങ്ങൾ ജമ്മു ഇല്ലയോന്ന്. മയിലിപ്പോൾ ഉണ്ടിട്ട് ഓടുന്നതാണ്. വാടാ തങ്ക കുട്ടേ കുത്തു അത്. ഗൈസ് ഫോട്ടോ എടുക്കുന്ന ദിയ ദിനേശ് പോവാ. വലിയ താല്പര്യമൊന്നും ഇല്ലാത്തവര് ഇങ്ങോട്ട് നോക്ക്. ഇങ്ങോട്ട് നോക്ക്. ഇത് വിടർത്തുവോ? പോവാ. ഞങ്ങളെ വേണ്ടത്ര ഞങ്ങൾക്ക് വേണ്ട. ബൈ. ഇതുണ്ടോ ഇത്ര കയ്യകരത്തിലല്ല നിൽക്കുന്നു. ഇത് കൊത്തുവോ? ഇതെന്തൊരു വശപ്പശക ലുക്കിന്. ദിയ ദിനേശിൻ്റെ അടുത്തോട്ട് വെക്കോട്ടോ, എൻ്റെ അടുത്തേക്ക് വരണ്ട. എന്താ മയില് ഇതിപ്പോൾ നമ്മളതിലോടുന്നത്. പോടി എന്ന് പറഞ്ഞു. ശരിക്കും ഞങ്ങൾ കണ്ട വീഡിയോ ഇങ്ങനെയല്ല. ഒരുപാട് മയില് അത് ഫീല് വിടർത്ത് ഒക്കെ ചെയ്യും. പക്ഷെ ഇവരെ കണ്ടത് 2 മയിലില്ല. ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നുമില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ കണ്ട മയിലിനെയൊക്കെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി ഞങ്ങളിതൊന്നുമല്ല പ്രതീക്ഷിച്ചു പോയത്. കാണുമ്പോൾ പൈലുകൾ വിടർത്തും ഒക്കെയായിരുന്നു, പക്ഷെ ഒന്നും വിടർത്തിയത്. ഞങ്ങൾ അത്യാവശ്യം മയിലിനെയൊക്കെ കണ്ട് ഞങ്ങൾക്ക് കണ്ട മയിൽപ്പീലിയൊക്കെ കിട്ടിയല്ല നിലത്തുനിന്ന് പെറുക്കി എടുത്തതാ ഇല്ലാത്ത ഭാഗത്ത് പോയിട്ട്. അപ്പം ഗൈസ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഒരു 4-3-7 മൈലിനെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കണ്ടതിനെ തന്നെ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്ത് വന്ന് വീണ്ടും കണ്ടിരുന്നു. വലിയ ഗുമ്മൊന്നും ഞങ്ങൾക്ക് തോന്നിയില്ല. ഞങ്ങളിവിടെ നിന്ന് കാവടി തുള്ളിയായിരുന്നു പോയത്. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾ കണ്ടത് തന്നെ ഞങ്ങളും കണ്ടിട്ടുള്ളൂ. ഞങ്ങളെല്ലാ വീഡിയോയിലും പറയുന്നത് മറ്റേ പീലൊക്കെ വിടർത്തിയിട്ടുള്ള മയിലിനൊക്കെ പ്രതീക്ഷിച്ചത്, പക്ഷെ അതൊന്നും ഉണ്ടായില്ല. പീലി വിടർത്തിയില്ല, മയിലിന് എന്നൊരു മൂഡില്ലായിരുന്നു. അതാണ്. പിന്നെ കുറേ മയിലിനെ കൂട്ടിലിട്ടേക്കുന്നുണ്ട്. കൂട്ടിലിട്ടേക്കുന്നത് ഇപ്പം നമുക്ക് നാട്ടിൽ സൂയിൽ പോയി കാണാമല്ലോ, അതിൽ വലിയ വൗ ഫാക്ടറൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ അയ്യത്തോട് നടക്കുന്നതിനൊക്കെ ഞങ്ങൾ അത് പേടിക്കാതെ നമ്മളെ അടുത്തു കൂടെ അത് പോകും. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബായ്. അടുത്ത വീഡിയോ ചിലപ്പോൾ അടുത്ത വർഷമായിരിക്കും. എന്നായാലും കാണാം. ബൈ.